പലപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല. എപ്പോഴും എൻഗേജ്ഡ് ആണ്. പല ചിന്തകൾ, ഒന്നുമില്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആൻസൈറ്റി, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ചിന്തകളെ കുറച്ച് പോസിറ്റീവാക്കി മാറ്റിയാൽ നമുക്ക് ഉറപ്പായും സന്തോഷങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ കണ്ടെത്തുക? ചിന്തകളെ എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവാക്കി മാറ്റുക? കുട്ടിക്കാലം മുതൽ അമ്മ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായ, ഒരുപാട് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യു ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ. ഏതൊരു കാര്യത്തിനും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കുക. അത് അമ്മ എപ്പോഴും പറയാറുണ്ട്. ചില കാര്യങ്ങൾ, ചില കഥകളിലൂടെ എനിക്ക് ആ മെസ്സേജ് എല്ലാം അമ്മ പറഞ്ഞു തരാറുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും നമ്മൾ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം. കുട്ടിക്കാലത്ത് എനിക്ക് ആരെങ്കിലും സമ്മാനങ്ങൾ തരുമ്പോൾ അമ്മ ആ സമ്മാനത്തെക്കുറിച്ച് പറയാറുണ്ട്, നീ എപ്പോഴും അത് ഓർക്കണം, അവരോട് നന്ദി പറയണം എന്നെല്ലാം. അതുമാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഈ ഭക്ഷണം തന്ന ഈശ്വരന് നമ്മൾ നന്ദി പറയണം. ഏതൊരു കാര്യത്തിലും ഈച്ച് ആൻഡ് എവറി ടൈം അമ്മ എന്നെ അത് ഓർമ്മിപ്പിക്കാറുണ്ട്. അമ്മ എനിക്ക് പറഞ്ഞു തരും മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അമ്മയുടെ ജീവിതത്തിലൂടെ എനിക്കിത് കാണിച്ചു തന്നിട്ടുണ്ട്, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ അതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ഇവിടെ വന്നപ്പോൾ അമേരിക്കയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും ഏതൊരു കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു. താങ്ക് യു എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ വന്നപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് ഐ എം ഫൈൻ എന്ന് പറയുന്നതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് താങ്ക് യു ഫോർ ആസ്കിങ് ഐ എം ഫൈൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് പോലും ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ്, താങ്ക്ഫുൾ ആയിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കണം എന്നത് എനിക്ക് പിന്നീട് അത് മനസ്സിലായി. അതുപോലെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് വഴിമാറി കൊടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നു താങ്ക് യു എന്ന്. കടയ്ക്ക് പോകുമ്പോൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് താങ്ക് യു പറയുന്നു. ഇതെല്ലാം എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും നിസ്സാര കാര്യങ്ങൾക്കെല്ലാം താങ്ക് യു പറയണോ? പക്ഷേ അത് പറയുമ്പോഴും അത് നമുക്ക് കേൾക്കുമ്പോഴും കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വളരെ വലുതാണ് എന്ന് ഞാൻ ഓരോ ദിവസവും മനസ്സിലാക്കുകയായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു കോഴ്സിൽ ചേർന്നപ്പോൾ അവിടെ നിന്നും എൻ്റെ പ്രിയപ്പെട്ട ജോർജ് സാറിൻ്റെയും ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയും വാക്കുകളിൽ കൂടി ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം ആഴത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം എന്നുകൂടി എനിക്കത് മനസ്സിലായി. താങ്ക് യു എന്ന ആ ഒരു വാക്കിൻ്റെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ഞാൻ എപ്പോഴും അത് ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കാറുണ്ട് താങ്ക് യു സുനിത എന്ന് പറഞ്ഞ്. നമ്മൾ ശ്വസിക്കുന്ന വായു, വെള്ളം, താമസിക്കുന്ന വീട്, നമ്മുടെ ഡ്രസ്സുകൾ, എല്ലാ കാര്യങ്ങളും എത്ര നന്ദി പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ മതിയാവില്ല. നമ്മളോട് ഒരാൾ സംസാരിക്കുന്നത്, നമ്മളെ ഒരാൾ കെയർ ചെയ്യുന്നത്, നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നത്, ഇതെല്ലാം നമ്മൾ നന്ദിയോടുകൂടിയാണ് കാണേണ്ടത്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും ഓരോ കാര്യത്തിനും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും ഓൾറെഡി ഉള്ള കാര്യങ്ങൾക്കും നന്ദി പറയാം. ചിലപ്പോൾ നമുക്കിത് ഒരു ചെറിയ കാര്യമാണല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം അത് വളരെ വലുതാണ്. കൂടുതൽ സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ എത്രത്തോളം താങ്ക് യു പറയുന്നുവോ അത്രത്തോളം ഈ പ്രപഞ്ചം നമുക്ക് നന്മകൾ കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാൻ സാധിക്കും. റൂമി പറഞ്ഞ വാക്കുകൾ പോലെ
ഇഫ് യു സേവ് ഓൺലി വൺ പ്രേയർ ഇൻ എ ഡേ, മേക്ക് ഇറ്റ് താങ്ക് യു. ദിവസത്തിൽ നമ്മൾ ഒരു പ്രാർത്ഥനയെ ചൊല്ലുന്നുവെങ്കിൽ അത് നന്ദിയുടെ പ്രാർത്ഥന ആയിരിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.